ഹലോ ഫ്രണ്ട്സ്, ഗോട്ട് വേഴ്സസ് OGയുടെ ഒരു അപ്ഡേറ്റും എമ്പുരാൻ ലിയോ കേരള FD ബി ടീമോ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. അപ്പോൾ കൊടുത്ത വീഡിയോ. പക്ഷെ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് നല്ലൊരു എയർബഡ്സ് നോക്കി നടക്കുന്നവർക്കായിട്ട് ഒരു എയർബഡ്സ് കാണിച്ചു തരാം. ഈ എയർബഡ്സ് നല്ലൊരു ക്വാളിറ്റി ഉള്ളതാണ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് ടാഗിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. അല്ലെങ്കിൽ ഈ കാര്യം പറയുമ്പോൾ വീഡിയോയുടെ സൈഡായിട്ട് വരും. എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഗോട്ട് വേഴ്സസ് OG എന്ന സിനിമയിൽ രണ്ടാമതിൻ്റെ ലീഡ് ഒഫീഷ്യലായി കൊടുത്തതാണ്. പക്ഷേ വിജയ് റിട്ടയർമെൻറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ ഈ പടം നടക്കുമോ നടക്കില്ലേ എന്നുള്ള തോട്ട്സിൻ്റെ ഇടയിലാണ്. എന്നാൽ വെങ്കട് പ്രഭു ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഗോട്ട് വേഴ്സസ് OGയെ കുറിച്ച് ചോദിച്ചപ്പോൾ 2026 ആകട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ 2026 ചോദിച്ചാൽ 2026 ഇലക്ഷൻ നടക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമാണ് വിജയ് സിനിമ പിന്നെയും ചെയ്യുമോ അത് മുഴുവനായി പൊളിറ്റിക്സ് ആകുമോ എന്ന് നമുക്കറിയത്തുള്ളൂ. അതിനുള്ള തീരുമാനം അപ്പോഴും എടുക്കുക. അതുകൊണ്ടാണ് വെങ്കട് പ്രഭു 2026 എന്ന് പറയാൻ കാരണം. എൻ്റെ അഭിപ്രായത്തിൽ ഗോട്ട് 2 വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഗോട്ട് 2 വീണ്ടും സിനിമയിലോട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. എക്സ്പ്ലനേഷൻ ഉണ്ടായില്ല എന്നേ ഉള്ളൂ. സിനിമയിലോട്ട് വരുമ്പോൾ അതിൻ്റേതായ ഹൈപ്പുള്ളൊരു പടം ചെയ്യണം. പറഞ്ഞു വരുന്നത് ലിയോ 2 തന്നെയാണ്. ലിയോ 2 ഫസ്റ്റ് ചെയ്താൽ കൊള്ളാം. എന്തായാലും 2026 ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കറിയുക. പക്ഷേ വിജയ് നോ ലുക്കിംഗ് ബാക്ക് എന്ന പുക പറഞ്ഞുകൊണ്ട് സിനിമ ചെയ്യുമെന്നുള്ള വലിയ എക്സ്പ്ലനേഷൻസ് ഇല്ല. നെക്സ്റ്റ്, മലയാളത്തിൽ ഈ വർഷം ഏറ്റവും വലിയ ഹൈപ്പ്, ബഡ്ജറ്റ്, അങ്ങനെ വലിയൊരു പടമാണ് എമ്പുരാൻ. മാർച്ച് 27 റിലീസായിട്ടാണ് വരുന്നത്. ലൂസിഫർ എന്ന ഒരു കിടിലൻ പടത്തിന് രണ്ടാം ഭാഗമായിട്ട് വരുമ്പോൾ നല്ലൊരു എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സംശയം ലിയോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഈസ്റ്റ് FD കളക്ഷൻ ബീറ്റ് ചെയ്യുമെന്നാണ്. എമ്പുരാൻ ലിയോകളും കൂടുതൽ ഷോസിലും തിയേറ്റേഴ്സിലും കേരളത്തിൽ റിലീസ് ചെയ്യാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ എല്ലാവരും മറികടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷെ കുറച്ചായി എമ്പുരാൻ്റെ ഹൈപ്പ് ഒന്ന് ഡൗണായി. റിലീസിന് 14 ദിവസമേ ഉള്ളൂ. പക്ഷേ യാതൊരുവിധ പ്രൊമോഷനും ഇല്ലാണ്ട്, ഒരു വാവ് ഫാക്ടർ തോന്നിപ്പിക്കുന്ന അപ്ഡേറ്റ്സും ഇല്ലാണ്ട് ഡൗണായി കിടക്കുകയാണ്. ലിയോയെ പോലെ കേട്ടതിൽ ഗ്രൗണ്ട് ലെവൽ ഹൈപ്പ് വരാതായിട്ടുണ്ട്. റിലീസ് പോസ്റ്റ്പോൺ ചെയ്യിപ്പിക്കുമെന്നുള്ള സംശയങ്ങളും വേറെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലിയോ കേരള FD 12 കോടി മറികടക്കാൻ ചാൻസ് കുറവായിട്ട് കണക്കാക്കുന്നു. പിന്നെ ഫാൻ ഷോ 4 മണിക്കില്ലാത്തതും പ്രശ്നമായിട്ടാണ് വരുന്നത്. ലിയോ കേരള FD വെട്ടിക്കോ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ലിയോ ഫസ്റ്റ് ഡേ റിലീസ് ചെയ്ത മാക്സിമം എല്ലാ തിയേറ്റേഴ്സിലും ഹൗസ്ഫുള്ളായിരുന്നു. അങ്ങനെ ഒരു സംഭവം വല്ലപ്പോഴൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുക. അത്രയും ഒക്കിപ്പൊൻസിൽ വരുന്നത്. എമ്പുരാൻ കൊണ്ട് വെട്ടിക്കുമോ എന്നത് ഒരു സംശയം തന്നെയാണ്. മൊത്തത്തിൽ ഇതുവരെയുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ ലിയോ KLFD വെട്ടിക്കാൻ ചാൻസ് ലേശം കുറവാണ്. എന്നാൽ ഇനിയുള്ള 13 ദിവസങ്ങളിൽ എന്തെങ്കിലും ഹൈപ്പറാവുന്ന വാവ് ഫാക്ടർ ആകുന്ന ഒരു അപ്ഡേറ്റ് എമ്പുരാൻ ടീമിൽ നിന്ന് തന്നാൽ, അതായത് ആ ട്രെയിലർ റിലീസ് ഉണ്ട്, അടുത്തായിട്ടാണ് ട്രെയിലർ വരുന്നത്, ഒരുപക്ഷെ ഹെവി ഐറ്റം ആണെങ്കിൽ, വൻ കിഡു ട്രെയിലർ ആണെങ്കിൽ, മലയാളികൾ വാവ് വിളിക്കുന്ന തരത്തിലുള്ള ട്രെയിലർ ആണെങ്കിൽ ലിയോ FD വീണിരിക്കും. അത് തീർച്ചയാണ്. അങ്ങനെ ഒരു അപ്ഡേറ്റ് തരണം. പിന്നെ നല്ല പ്രൊമോഷനും കൊടുത്താൽ കിടുവായിരിക്കും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ എത്തുമ്പോൾ തന്നെ കേരളത്തിന് സിംഹത്തിന് വീഴാൻ സാധിക്കുമോ? കമൻറ്റിൽ പറയുക. അതുപോലെ താഴെ കാണാൻ ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ ഇടുക. സൈഡിൽ സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ബട്ടൺ കൊണ്ടിട്ടാൽ കൊള്ളായിരുന്നു. ഇന്ന് അവൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.